ഹലോ. നാട്ടിൽ നിന്ന് വ്യത്യസ്തമായി ജർമ്മനിയിൽ കുഞ്ഞുങ്ങൾ ജനിച്ചതിന് ശേഷം ഒരു പ്രീ സ്കൂൾ വരെ നിർബന്ധമായും ചെയ്യേണ്ട ഡെവലപ്മെന്റ് പരിശോധനകളുണ്ട്. നാട്ടിൽ നിന്ന് ജർമ്മനിയിലേക്ക് വരുന്നവരും ഇവിടെ താമസിക്കുന്നവർക്കുമായി ഈ വീഡിയോ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. ജർമ്മൻ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഭാഗമായി കുഞ്ഞുങ്ങളെ നടത്തുന്ന സീരീസ് U1 മുതൽ U9 വരെ ചെയ്യുന്ന ഡെവലപ്മെന്റ് പരിശോധനകളാണ് ഇത്. കുഞ്ഞുങ്ങളുടെ വളർച്ച, അവരുടെ ഓരോ സ്റ്റേജിലുള്ള ഡെവലപ്മെന്റ് എങ്ങനെ പോകുന്നു എന്ന് ഇതിലൂടെ അവർ പരിശോധിച്ചറിയുന്നു. ഇനി ഈ വീഡിയോയിൽ ഈ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് എന്തിനാണ്, എങ്ങനെയാണ്, എപ്പോഴാണ് ഈ ടെസ്റ്റുകൾ നടത്തുന്നതെന്ന് കാണാം. എന്തിനാണ് ഇങ്ങനെ ഒരു ഡെവലപ്മെന്റ് ടെസ്റ്റ് കുഞ്ഞുങ്ങളിൽ നടത്തുന്നത്? അതായത് ഏർലി ഡിറ്റക്ഷൻ ഓഫ് എനി ഹെൽത്ത് ഇഷ്യൂസ്. നേരത്തെ എന്തെങ്കിലും തരത്തിൽ കുഞ്ഞുങ്ങൾക്ക് ഒരു അബ്നോർമാലിറ്റീസ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ, അത് കണ്ടുപിടിച്ചതിന് ശേഷം ഏർലി ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്യാനും സഹായമാകും. ഇനി ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെന്റ്, സ്കിൽസ്, വിഷൻ, സോഷ്യൽ ഇന്ററാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കൂ. പാരന്റ്സിന് വേണ്ടി ഗൈഡൻസ് അല്ലെങ്കിൽ പാരന്റിംഗ് ടിപ്സ് പീഡിയാട്രിഷ്യൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നാലാമതായിട്ട് വാക്സിനേഷൻ പ്രോപ്പറായിട്ട് എടുക്കേണ്ട സമയവും അതിനു വേണ്ടിയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് എങ്ങനെ എടുക്കാമെന്ന് പീഡിയാട്രിഷ്യൻ നമുക്ക് പറഞ്ഞു തരും. എന്തൊക്കെ ചെക്കപ്പാണ് ഈ ഒരു ടെസ്റ്റിലൂടെ ചെയ്യുന്നത്? കുഞ്ഞിന്റെ ഹൈറ്റ്, വെയിറ്റ്, ഹെഡ് സർക്കംഫറൻസ്, ഇത് എല്ലാ സ്റ്റേജിലും അവർ ചെക്ക് ചെയ്യും. രണ്ടാമത്തത് കുഞ്ഞിന്റെ വിഷൻ, ഹിയറിംഗ്. മൂന്നാമത്തത് സ്പീച്ചും കൂടാതെ കമ്മ്യൂണിക്കേഷനും. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് U6 സീരീസ് മുതലാണ് ഈ ഒരു ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എപ്പോഴാണ് ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്? അതിനുവേണ്ടി സ്പെസിഫിക് ഇന്റർവെലായി തിരിച്ചിട്ടുണ്ട്. കുഞ്ഞ് ജനിച്ചത് മുതൽ U1 മുതൽ U9 വരെയാണ് സീരീസ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. എവിടെയാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്? കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് പീഡിയാട്രിക് ക്ലിനിക്കിൽ നേരത്തെ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടാണ് ഈ ടെസ്റ്റുകൾ ചെയ്യുന്നത്. ഈ ചെയ്യുന്ന ടെസ്റ്റുകളെല്ലാം ഇൻഷുറൻസിൽ കവേർഡ് ആണ്. ഇനി ഈ ടെസ്റ്റുകളെല്ലാം ചെയ്തതിനു ശേഷം പാരന്റ്സിന് യെല്ലോ കളർ ബുക്ക് പ്രൊവൈഡ് ചെയ്യും. ഗെൽപ്സ് ഹെഫ്റ്റ് എന്ന് പറഞ്ഞ യെല്ലോ കളർ ബുക്കിൽ ഓരോ സ്റ്റേജിൽ അല്ലെങ്കിൽ ഓരോ ഫേസിൽ അവർ നടത്തിയ ടെസ്റ്റിന്റെ എല്ലാ ഡീറ്റെയിൽസും റെക്കോർഡ് ചെയ്തതിനു ശേഷം അത് സൈൻ ചെയ്ത് ആ ബുക്കിൽ റെക്കോർഡഡ് ആയിരിക്കും. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. U1 സീരീസിൽ കുഞ്ഞ് ജനിച്ചതിന് ശേഷം, അതായത് ആഫ്റ്റർ ബർത്ത് ഇമ്മീഡിയറ്റ്ലി ഡോക്ടർ ചെയ്യുന്ന ചെക്കപ്സ് ആണ് U1 സീരീസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഡെവലപ്മെന്റ് ടെസ്റ്റിൽ രണ്ടാമത്തതാണ് U2 സീരീസ്. അത് ചെയ്യുന്നത് 3 to 10 ഡേയ്സ് ആഫ്റ്റർ ബർത്ത്, കുഞ്ഞ് ജനിച്ചതിന് ശേഷം 3 മുതൽ 10 ദിവസത്തിനിടയിൽ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. അപ്പം മെയിൻലി അവർ ഇതിൽ ഫോക്കസ് ചെയ്യുന്നത് കുഞ്ഞിൻ്റെ ഓവറോൾ ഹെൽത്ത്, കൂടാതെ എന്തെങ്കിലും തരത്തിലുള്ള പൊട്ടൻഷ്യൽ ആയിട്ടുള്ള അനോമലീസ് ലൈക്ക് ഹാർട്ട് ഡിഫക്ട്സോ അല്ലെങ്കിൽ മെറ്റബോളിക് ഡിസോർഡേഴ്സോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ കൂടി വേണ്ടിയാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. കൂടാതെ സാധാരണ പീഡിയാട്രിഷ്യന് കുഞ്ഞ് ജനിച്ചതിന് ശേഷം നോക്കുന്നത് പോലെ കുറച്ച് ടെസ്റ്റ് ആൻഡ് ഒബ്സർവേഷൻ ഉണ്ട്. എന്താണ് കുഞ്ഞിൻ്റെ സ്കിന്നിൻ്റെ കളറ്, എന്തെങ്കിലും തരത്തിലുള്ള സ്കിൻ കളർ ചേഞ്ചസ് ഉണ്ടോ, ഇനി കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ്, ബ്രീത്തിങ് എങ്ങനെയാണ്, ബോഡി ടെമ്പറേച്ചർ, ഇതും മോണിറ്റർ ചെയ്യും. കൂടാതെ കുഞ്ഞിൻ്റെ ന്യൂറോളജിക്കലും ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് കുഞ്ഞിൽ നടക്കുന്നത് എന്ന് വെച്ചാൽ സക്കിങ് റിഫ്ലെക്സ്, മോറോ റിഫ്ലെക്സസ്, അത് എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നതെന്നും കൂടി നോക്കും. ലാസ്റ്റ് കുഞ്ഞിൻ്റെ വെയിറ്റ് നോക്കിയതിന് ശേഷം പ്രോപ്പർ പാറ്റേണിലാണോ ഫീഡിങ് ചെയ്യുന്നതെന്നും കൂടെ ചോദിച്ചറിയും. കുഞ്ഞുങ്ങളിൽ ഈ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഡോക്ടർ പാരന്റൽ ഗൈഡൻസ് തരും. എങ്ങനെയൊക്കെ നമുക്ക് പ്രോപ്പർ ഫീഡിങ് അമ്മമാർക്ക് ചെയ്യാൻ സാധിക്കും. കൂടാതെ സേഫ് സ്ലീപ്പിംഗ് ഹാബിറ്റ്സും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്ത് തരും. സാധാരണ കുഞ്ഞുങ്ങൾ ജനിച്ചതിന് ശേഷം ആദ്യ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങൾ കാണിക്കാൻ പറ്റുന്ന കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് പറഞ്ഞു തരും. നെക്സ്റ്റ് ആണ് U3 സീരീസ്. ഇത് ചെയ്യുന്നത് 4 to 6 വീക്ക്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഈ ഒരാഴ്ചകൾക്കിടയിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ ഡെവലപ്മെൻറ്റ് ടെസ്റ്റിന് വേണ്ടി പോവാം. ഇവിടെ ചെയ്യുന്ന ടെസ്റ്റ് ഒബ്സർവേഷൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കുഞ്ഞിൻ്റെ ഹെഡ് കൺട്രോളും നെക്ക് മസിൽ സ്ട്രെങ്ത്തും, കൂടാതെ കുഞ്ഞിൻ്റെ കൈകളും കാലുകളുടെ ഉള്ള മൂവ്മെൻറ്റ് എങ്ങനെയാണ്, പിന്നെ ഹിയറിംഗ് റെസ്പോൺസ് ടെസ്റ്റ്, എങ്ങനെയാണ് കുഞ്ഞ് ലൗഡ് നോയ്സിന് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്നതെന്ന് നോക്കും. കൂടാതെ ഇവിടെ പാരന്റൽ ഗൈഡൻസ് ആയിട്ട് തരുന്നത് വാക്സിനേഷൻ ഷെഡ്യൂളിനുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷനും അതിനുവേണ്ടി അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരും. കൂടാതെ കുഞ്ഞിന് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ഒബ്ജക്ട്സും മ്യൂസിക്സും കുറച്ച് വെച്ച് കൂടുതൽ കൊടുക്കണം. എന്നാലാണ് കുറച്ച് സെൻസറി ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള ടിപ്സും കൂടെ ഡോക്ടർ പറഞ്ഞു തരുന്നതായിരിക്കും. U4 സീരീസ് 3rd to 4th മന്ത്, 3 മുതൽ 4 മാസത്തിന് ഇടയ്ക്ക് ചെയ്യുന്ന സ്ക്രീനിങ് ടെസ്റ്റാണ്. ഈ മാസത്തിലുള്ള വളർച്ചയിലെത്തിയോ, ഫീഡിംഗ് പാറ്റേണും ഡൈജഷനും നന്നായിട്ടാണോ നടക്കുന്നത് എന്ന് ചോദിച്ചറിയും. കൂടാതെ ടെസ്റ്റ് ആൻഡ് ഒബ്സർവേഷൻ ആദ്യ മാസങ്ങളിൽ കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുന്ന മൊറോ റിഫ്ലെക്സസ് അത് തന്നെ ഡിസപ്പിയർ ആയി വരുന്നുണ്ടോ, കൂടാതെ കുഞ്ഞുങ്ങൾ തിരിയാൻ ശ്രമിക്കുന്നുണ്ടോ, വസ്തുക്കൾ നന്നായി പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടോ, അത് പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചറിയും.
കുഞ്ഞിന് ഫെമിലിയർ ആയിട്ടുള്ള ഫേസസും വോയിസസും അച്ഛൻ്റെയോ അമ്മയുടെയോ മുത്തശ്ശൻ്റെയോ മുത്തശ്ശിയുടെയോ കുഞ്ഞിൻ്റെ കൂടെ നിൽക്കുന്ന അവരുടെ വോയിസസ് കൊച്ചു റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്നും കൂടെ ചോദിച്ചറിയും. ഈ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഡോക്ടർ പാരൻസിന് നൽകുന്ന ഒരു പാരൻ്റൽ ഗൈഡൻസ് ആണ് ടമ്മി ടൈം കുറച്ചും കൂടെ നേരം കൂടുതൽ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം കുഞ്ഞിൻ്റെ കഴുത്തും ബോഡിയും കുറച്ചും കൂടെ മസിൽസ് സ്ട്രെങ്തൻ ആവാൻ വേണ്ടിയിട്ട്. കൂടാതെ കുഞ്ഞിൻ്റെ കേൾവി ശക്തിയും കാഴ്ചയും എങ്ങനെയാണെന്നും കൂടെ നോക്കാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും ഡിലേസ് കാണുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഡോക്ടറോട് പറയാം. നെക്സ്റ്റ് സീരീസ് ആണ് U5 സീരീസ്. അപ്പോൾ U5 സീരീസ് ചെയ്യുന്നത് 6 to 7th മന്ത് ഇൻ ബിറ്റ്വീൻ 6 മുതൽ 7 മാസത്തിന് ഇടയ്ക്ക് ചെയ്യുന്ന ടെസ്റ്റാണ്. ഇവിടെ ചെയ്യുന്ന ടെസ്റ്റും ഒബ്സർവേഷനും എങ്ങനെയാണ് കൊച്ച് ഇരിക്കാനുള്ള ഒരു എബിലിറ്റി, സപ്പോർട്ടോട് കൂടി എങ്ങനെയാണ് ഇരിക്കുന്നത്, ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ ടോയ്സ് കിട്ടിക്കഴിയുമ്പോൾ എന്താണ് ചെയ്യുന്നത്, ഇനി അഥവാ എല്ലാ കാഴ്ചേൻ്റെ കാര്യം കൂടെ ഗുഡ് വിഷൻ ആണോ എന്നും കൂടി അവർ നോക്കും. പിന്നെ കുഞ്ഞ് ബ്ലാ 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 അല്ലെ എന്തെങ്കിലും റിപ്പീറ്റഡ് ആയിട്ടുള്ള സൗണ്ടുകൾ ഉണ്ടാക്കുന്നുണ്ടോ, പിന്നെ കുഞ്ഞിൻ്റെ ടീത്ത് ഗ്രോത്തിൻ്റെ കാര്യങ്ങൾ നോക്കി പറഞ്ഞു തരും. കൂടാതെ ഇവിടെ തരുന്ന പാരൻ്റൽ ഗൈഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സോളിഡ് ഫുഡ്സിനോടുള്ള ഇൻട്രൊഡക്ഷൻ നമുക്ക് പറഞ്ഞു, പിന്നെ പ്രോപ്പർ ന്യൂട്രീഷനും. സോളിഡ് ഫുഡ്സ് എന്ന് പറയുമ്പോൾ ഇത്രയും മാസം ബ്രസ്റ്റ് ഫീഡിങ് കഴിഞ്ഞിട്ട് നമ്മൾ സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഒരു ചാർട്ട് തന്നെ നമുക്ക് എന്തൊക്കെ ഫുഡ് ഏതൊക്കെ മാസങ്ങളിൽ അല്ലെങ്കിൽ ഇത്ര മാസങ്ങളിൽ എന്തൊക്കെ കൊടുക്കണമെന്ന് അവർ പറഞ്ഞു തരും. കൂടാതെ ഒരു പുതിയൊരു ഫുഡ് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം എക്സാമ്പിൾ പറയുന്നത് ക്യാരറ്റാണ് കൊടുക്കുന്നതെങ്കിൽ ക്യാരറ്റ് പുഴുങ്ങി ഒരു 3 ദിവസം ആ ഫുഡ് തന്നെ, പിന്നെ അടുത്ത 3 ദിവസം കഴിയുമ്പം അടുത്തൊരു വെജിറ്റബിൾ. കൂടാതെ മധുരമൊന്നും അവർക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം. കാരണം മധുരം കഴിച്ചു തുടങ്ങിയാൽ പിന്നെ ഏത് രുചി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഭക്ഷണത്തോട് അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. പിന്നെ പ്രത്യേകമായിട്ട് ടീത്തിങ് കെയറും കൂടെ പറഞ്ഞു തരും. U5 സീരീസ് വരെയാണ് ഈ വീഡിയോയിൽ ഉള്ളത്. ബാക്കി U6 to U9 വരെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ജർമ്മൻസ് പറയുന്ന പോലെ ചിയൂസ്.